വചനമൊഴി സെപ്റ്റംബർ 16. വചനഭാഗം 2 പത്രോസ് 3:1-7, മത്തായിയുടെ സുവിശേഷം 23:29-36. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരീസേയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരുടെ പങ്കാളികളാകുമായിരുന്നില്ല. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂർത്തിയാക്കുവിൻ. സർപ്പങ്ങളെ, അണലി സന്തതികളെ, നരകവിധിയിൽ നിന്ന് നിങ്ങളെ എങ്ങനെ ഓടിയകലും? അതുകൊണ്ട് ഇതാ, പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമജ്ഞരെയും ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നീതിമാനായ ആബേലിന്റെ രക്തം മുതൽ ദൈവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ വധിച്ച ബറാക്കിയുടെ പുത്രൻ സക്രിയായുടെ രക്തം വരെ, ഭൂമിയിൽ ചൊരിയപ്പെട്ട നീതിയുടെ രക്തം മുഴുവൻ നിങ്ങളുടെ മേൽ പതിക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. ഈശോയിൽ സ്നേഹമുള്ളവരെ, കപടനാട്യക്കാരായ നിയമജ്ഞരെയും ഫരീസ്യരെയും കുറിച്ചാണ് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്. ബാഹ്യമായി ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തുന്നതിന് വളരെ നിഷ്ഠ പുലർത്തിയിരുന്നവരും നിയമത്തിൽ പ്രാവീണ്യമുള്ളവരുമായിരുന്നു നിയമജ്ഞരും ഫരീസേയരും. എന്നാൽ നിയമാനുസൃതമുള്ള ജീവിതം കുറവായിരുന്നു. പ്രകാരം ബാഹ്യമായി പ്രകടനങ്ങൾ നടത്തുകയും ആന്തരികമായി ജീവിത ശൈലി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് ഈശോ കുറ്റപ്പെടുത്തുന്നത്. നിയമങ്ങളെ കേവലം ആചാരാനുഷ്ഠാനങ്ങളിൽ ഒതുക്കി നിർത്താതെ നിയമത്തിന്റെ ചൈതന്യം അനുസരിച്ച് ജീവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.